എനിക്ക് കുറേ നാളായിട്ട് പണ്ടോട്ടെ കുഞ്ഞിലേ തൊട്ടേ ഈ തത്തകൾ ഷോൾഡറിലിരിക്കുന്ന കുറേ കഥകൾ നമ്മൾ എനിഡ് ബ്ലൈറ്റണിലൊക്കെ ഉണ്ട്. തത്തകളെ വളർത്തി അത് ഷോൾഡറിലിരിക്കുന്നതും അവരുടെ കൂടെ യാത്ര ചെയ്യുന്നതും ഒക്കെ ആയിട്ട്. അപ്പോഴേ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ കുറച്ചതിൻ്റെ സാഹചര്യം വന്നപ്പോൾ അന്വേഷിച്ചപ്പോൾ നമ്മളുടെ സാധാരണ തത്തയെ നമ്മൾ വളർത്താൻ പാടില്ല എന്നാണ് നമ്മളുടെ ഫോറസ്റ്റ് ആക്ട് അനുസരിച്ച്. നാടൻ തത്ത എന്ന് പറയുന്നതിനെ നമ്മൾ വളർത്തരുത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ അറിഞ്ഞത്, ഇങ്ങനെ ബേർഡ്സ് ഉണ്ട്, നമുക്ക് വളർത്താൻ പറ്റുന്ന ബേർഡ്സ് ഉണ്ടെന്ന്. അതിൽ സംസാരിക്കാൻ നല്ലതായിട്ട് സംസാരിക്കുന്ന ബേർഡ്സ് ആഫ്രിക്കൻ ഗ്രേ ഗ്രൂപ്പിലാണത്. കുറച്ച് നല്ല എക്സ്പെൻസീവാണ്. പിന്നെ ഞാൻ അറിഞ്ഞു ഇതിനെ ഹാൻഡ് ഫീഡ് ചെയ്ത് വളർത്തിയാലേ അത് നമ്മളുമായിട്ട് നന്നായിട്ട് ഇണങ്ങുള്ളൂ. അപ്പം ഡോക്ടർ ആയതുകൊണ്ട് തന്നെ പിന്നെ കുട്ടികളും വീട്ടിൽ അമ്മമാരും എല്ലാം ആയിട്ട് വളരെ ബിസി ലൈഫായിരുന്നുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ അങ്ങ് നിന്നുപോയി അങ്ങനൊരു ആഗ്രഹം. അങ്ങനെ ആയിരുന്നപ്പോഴാണ് കോവിഡ് വന്നത്. കോവിഡ് വന്നപ്പോൾ കുറച്ച് റൊട്ടേഷനിലായി ജോലിയും, കുറച്ച് എക്സ്ട്രാ ടൈം കിട്ടി. അങ്ങനെ ഇരുന്നപ്പോൾ ഒന്ന് ആലോചിച്ചെന്നാൽ ഒരു ബേർഡിനെ എടുത്താലോ എന്ന്. അങ്ങനെ ഞാൻ ഇത്തിരി റിസർച്ച് ചെയ്തപ്പം ഈ കൊണ്യൂർ എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ ഒരു ആമസോൺ പാരറ്റാണ് കൊണ്യൂർ, CONURE. അങ്ങനെ കൊണ്യൂർ ഗ്രൂപ്പ്സിലെ ഈ തത്തകൾ നല്ലതായിട്ട് ഇണങ്ങുമെന്നും നമുക്ക് എളുപ്പമാണ് ഹാൻഡിൽ ചെയ്യാനും, ഭയങ്കര സൈസില്ല, ഫീഡിങ്ങും ഒക്കെ എളുപ്പമാണെന്ന് അങ്ങനെയാണ് ഇത് തീരുമാനിച്ചത്. അപ്പോഴുണ്ടായിരുന്ന ഞാൻ ആ പരിചയപ്പെട്ട ബ്രീഡറിൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഈ വിഭാഗത്തിൽപ്പെട്ടതായിരുന്നു. പൈനാപ്പിൾ കൊണ്യൂർ എന്ന് പറയും. ചെറിയൊരു യെല്ലോ ആൻഡ് ഗ്രീൻ മിക്സാണ്. ഗ്രീൻ കൊണ്യൂർസ് ഉണ്ട്, അവർ ഫുള്ളി ഗ്രീൻ ആയിരിക്കും. പിന്നെ സൺ കൊണ്യൂറുണ്ട്, നിറച്ച് കളറുള്ള. അവർ സൺ കൊണ്യൂർ ഭയങ്കര ഭംഗിയാണ് കാണാൻ, പക്ഷെ കുറച്ച് ബഹളമാണ്. അപ്പം ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഈ ഗ്രീനും പൈനാപ്പിളും നല്ല ക്വയറ്റാണ്, ശബ്ദം ഉണ്ടാക്കും, ബട്ട് ആവശ്യമില്ലാതെ അങ്ങ് ബഹളം വയ്ക്കത്തില്ല. അങ്ങനെ ആ സമയത്ത് ഹാൻഡ് ഫീഡ് ചെയ്ത് വളർത്തിയ ബേബിയാണിത്, ചില്ലി എന്നാണ് ഞാൻ വിളിക്കുന്നത്. ആണ് പേരിട്ടത്. കുട്ടികൾ പല പേരുകളും വിളിക്കും. ആദ്യമൊക്കെ എനിക്ക് ട്വിൻസ് കുട്ടികളാണ്. അവർ വീട്ടിൽ ട്വിൻസും ഒരു മോളും. 3 പേരും വീട്ടിലുണ്ടായിരുന്ന സാഹചര്യത്തിൽ അവരുടെ അടുത്തൊക്കെ പോകുമായിരുന്നു. മോളന്ന് കുഞ്ഞാണ്, പക്ഷേ ട്വിൻസിൻ്റെ അടുത്ത് പോകുമായിരുന്നു. പക്ഷേ ഇപ്പം അവരങ്ങ് കോളേജിലും പിന്നെ അത് കഴിഞ്ഞിട്ട് ജോലിയൊക്കെ ആയിക്കഴിഞ്ഞപ്പം പിന്നെ ഇടയ്ക്ക് വന്നാലും അവൾക്ക് ഇതൊന്നുമില്ല, അറിയാം അവൾക്ക്, പക്ഷേ ഇത്ര ഇണങ്ങി ഇരിക്കില്ല. എടുക്കാനൊക്കെ ശ്രമിച്ചാൽ കൊത്തും. പിന്നെ നോക്കുന്നവരെ നല്ലതായിട്ട് ഇണങ്ങിയിട്ടുണ്ട്. ഇതിന് നമ്മൾ സാധാരണ പച്ചക്കറിയും ഫ്രൂട്ട്സും റെഗുലറായിട്ട് കൊടുക്കും. എല്ലാ ടൈപ്പ് വെജിറ്റബിൾസും കട്ട് ചെയ്ത് വെച്ചാൽ അത് കഴിക്കും. ഫ്രൂട്ട്സും കഴിക്കും. ഫ്രൂട്ട്സ് വളരെ ഇഷ്ടമാണ്. ആപ്പിള്, മാതളം, ഇത് നമ്മുടെ ഗോവ, അതൊക്കെ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കും. അതുകൂടാതെ അതിൻ്റെ ഒരു സീഡ് മിക്സ് ഉണ്ട്. പക്ഷേ സീഡ് മിക്സ് ഇവർക്ക് സ്നാക്കാണ്, അപ്പോൾ അധികം കൊടുക്കരുതെന്നാണ് പറയുന്നത്. അതിലത്രയും വൈറ്റമിൻസും ഫൈബറും ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സീഡ് മിക്സ് അവൾക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് അത് കൊടുക്കും. സൺഫ്ലവർ സീഡ്സും ബാക്കി കുഞ്ഞ് സീഡ്സൊക്കെ ആയിട്ട് സീഡ് മിക്സ് റെഗുലറായിട്ട് കൊടുക്കും, അവൾക്ക് ഇഷ്ടമാണ്. പിന്നെ ഇതിന് ചെയ്യേണ്ടത് റെഗുലർ ഡീവേമിങ് ചെയ്യണം. പിന്നെ കാൽഷ്യം ഉള്ള യൂഷ്വലി ഒരു കാൽഷ്യം ചങ്ക് പോലെ കിട്ടും, അത് ഇട്ട് കൊടുക്കും കേജിൽ. അത് കഴിച്ചോളും. പിന്നെ വെള്ളം വെച്ച് കൊടുക്കും ഫ്രഷായിട്ട് എല്ലാ ദിവസവും, അത് കുടിക്കും. പിന്നെ കുളിക്കാൻ ഇഷ്ടമാണ്, അപ്പോൾ കുളിക്കാനുള്ള വെള്ളവും കൂട്ടിലോട്ട് വെച്ച് കൊടുക്കും. ഇവരുടെ ലൈഫ് സ്പാൻ നമ്മളെക്കാട്ടിൽ കൂടുതലാണ്. ഷി വിൽ പ്രോബ്ലി, ഇഫ് ഓൾ ഗോസ് വെൽ, ഷി വിൽ ഔട്ട്ലിവ് മീ. എന്നെക്കാട്ടിലും ജീവിക്കും. 60-70 വർഷമാണ് ഇവരുടെ ലൈഫ് സ്പാൻ. അപ്പം നമ്മൾ നന്നായി നോക്കുകയും വേറെ അസുഖങ്ങളൊന്നും വന്നില്ലെങ്കിൽ ദേ യൂഷ്വലി ലിവ് ലോങ്. പിന്നെ ഇത് മെയിൽ ഫീമെയിൽ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ജനറ്റിക് ടെസ്റ്റിംഗ് ചെയ്യണം. അപ്പോൾ അതിന് ഫെദർ അയച്ചിട്ട് അവർ DNA ടെസ്റ്റ് ചെയ്ത് കാർഡ് തരും, ദാറ്റ് ഏതാണ് എന്നുള്ളത്. എന്നിട്ട് ഇത് ഫീമെയിലാണ്. സാധാരണ കിളികളെ പോലെ തന്നെ രാവിലെ എണീക്കും, ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ എണീക്കും. ഹൗസ് ഹോൾഡ് ശബ്ദങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ അവൾ എണീക്കും. അപ്പോൾ ഞങ്ങൾ യൂഷ്വലി നൈറ്റാണ് പ്രശ്നം, അവർ നേരത്തെ ഉറങ്ങണം അവർക്ക്. അപ്പോൾ ഒരു 6 മണിയാവുമ്പോൾ ഉറങ്ങണം. അങ്ങനെ ആകുമ്പം നമ്മളുടെ വീട്ടിലെ ലൈറ്റെല്ലാം അപ്പോഴും ഓണല്ലേ. അപ്പോൾ ഞങ്ങൾ യൂഷ്വലി കൂടിൻ്റെ പുറത്തൊരു ടവലോ ഷീറ്റോ വിരിച്ചു കൊടുക്കും. അപ്പോൾ അവർക്കറിയാം ഉറങ്ങാൻ ടൈമാണെന്ന്.
അങ്ങനെ ഉറങ്ങിക്കോളും. ഇരുന്നുകൊണ്ടാണ് ഉറങ്ങുന്നത് ഇങ്ങനെ. പിന്നെ രാവിലെ എണീക്കുമ്പോൾ അവൾ ശബ്ദം ഉണ്ടാക്കി തുടങ്ങും. യൂഷ്വലി തലേ ദിവസത്തെ എന്തെങ്കിലും കാണും കൂടിൽ. പിന്നെ രാവിലെ ഒരു 10 മണിയാകുമ്പോഴാണ് കൂട് ക്ലീൻ ചെയ്ത് ഫ്രഷായിട്ട് ആഹാരവും വെച്ച് കൊടുത്ത് വെള്ളവും ഒക്കെ മാറ്റി കൊടുക്കും. അത് ഡെയിലി ചെയ്യും. പിന്നെ കൂട് ക്ലീനിങ്ങും 2 കൂടുണ്ട്, അപ്പോൾ അത് മാറ്റി റൊട്ടേറ്റ് ചെയ്യും. പിന്നെ സമയം കിട്ടുമ്പോൾ ഞാൻ കൂടെ ഇരിക്കും. പിന്നെ ഞങ്ങൾക്ക് ഇച്ചിരി ഒരു എൻക്ലോസ്ഡ് ഏരിയ ഉണ്ട്, അപ്പോൾ അവിടെ ഒന്ന് തുറന്നു വിടും. വിങ്സ് ഇച്ചിരി ക്ലിപ്ഡാണ്, അല്ലെങ്കിൽ പറന്നു പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട്. പക്ഷേ എന്നാലും പറക്കും. അപ്പോൾ അവൾ പുറത്ത് ഒരു ക്ലോസ്ഡ് റൂമിൽ വിട്ടാൽ അവിടെ പറന്നോളും. ഫാനാണ് ഏറ്റവും സൂക്ഷിക്കേണ്ടത്. ഫാൻ തട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമാകും. അതുകൊണ്ട് ഫാൻ ഓഫ് ചെയ്യാൻ ശ്രദ്ധിച്ചാൽ മതി പുറത്തിറക്കുമ്പോൾ. ഇതിൽ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ളത് അവളെ കളഞ്ഞു പോയി എന്നുള്ളതാണ്. ഒരു പ്രാവശ്യം കൂടിൻ്റെ വെളിയിൽ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഡ്രൈവർ ഡോറ് തുറന്നൊരു പാക്കറ്റ് എടുത്തപ്പോഴത്തേക്കും അവളങ്ങ് പറന്നുപോയി ഡോറിൻ്റെ പുറത്തോട്ട്. അവിടെ പുറത്തോട്ടുള്ളൊരു ഡോറും ഉണ്ടായിരുന്നു. അങ്ങനെ അങ്ങ് പറന്നുപോയി. ഞാൻ സ്ഥലത്തില്ലായിരുന്നു. ഞാനും ഹസ്ബൻഡും ഒരു ട്രിപ്പ് പോയിരിക്കുമായിരുന്നു. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് ഇവിടെ പറന്നു എന്ന്. അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്ന മെയ്ഡ്സും മോളും ഒക്കെ കൂടെ എല്ലാവരും കൂടെ ഇറങ്ങി. ഇവിടെ കോളനി നല്ലൊരു ഗ്രീൻ കോളനിയാണ്, ഫുൾ ട്രീസാണ്. അപ്പോൾ അവിടെ എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടായിരിക്കും എന്ന് പറഞ്ഞ്. ഇവരുടെ പ്രശ്നം ഒന്ന്, ഇവർ ഒത്തിരി പറക്കാൻ പറ്റത്തില്ല അവർക്ക്. രണ്ടാമത് ചെറിയ സൈസും പുറത്ത് ജീവിച്ചിട്ടില്ലാത്തത് കൊണ്ടും കാക്ക, പരുന്ത്, പൂച്ച ഇതൊക്കെ അവരെ കൊത്തി കൊല്ലും. അതുകൊണ്ട് ആകെ പേടിയായിരുന്നു. അന്ന് ഉച്ച കഴിഞ്ഞ് ഭയങ്കര മഴയും ഇടിയുമായി. അങ്ങനെ ആയപ്പോൾ പിന്നെ എന്തായാലും പോയി എന്ന് തന്നെ വിചാരിച്ചു. ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്കും പോയി. പിന്നെ ഞാൻ കുറേ ഇവിടെ തപ്പി. ഞാൻ 2 ദിവസം കഴിഞ്ഞാൽ വന്ന. ഞങ്ങൾ കൊടൈക്കനാൽ പോയിരിക്കുമായിരുന്നു. അതുകൊണ്ട് എല്ലായിടവും തപ്പി. ചില വീടുകളിൽ, ആൾ താമസം ഇല്ലാത്ത വീടുകളിൽ, ഷെഡിൽ, അങ്ങനെ ഞങ്ങളൊരു ബറ്റാലിയൻ തന്നെ ഇറങ്ങി ഇവിടെ മുഴുവനും തപ്പി. ഈ ഫുൾ കോളനി, അടുത്തുള്ള വീടുകൾ എല്ലാം. പക്ഷെ കിട്ടിയില്ല. അങ്ങനെ പോയി എന്ന് തന്നെ വിചാരിച്ചു. പിന്നെ 1 മാസം കഴിഞ്ഞപ്പോൾ ഞാനൊരു വേറൊരു കിളിയെ എടുത്താലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു. അപ്പം ഞാനൊരു നമ്മളുടെ ഇതുപോലത്തെ ഒരു ഓൺലൈൻ ചാനലിലൊരു കിളിയെ തിരിച്ച് കിട്ടിയതായിട്ടൊക്കെ കണ്ട്. അങ്ങനെ എല്ലാവരും പറഞ്ഞ് ഞാൻ ഫേസ്ബുക്ക്, ഇൻസ്റ്റയിലൊക്കെ ഇട്ടു. പക്ഷേ വേറെ ഒരുപാട് ക്രാങ്ക് കോൾസ് വന്നതല്ലാതെ അവളെ കിട്ടിയില്ല. പിന്നെ നമ്മളുടെ പത്രത്തിലിട്ടു, 1-2 പത്രങ്ങളിലിട്ടു. അപ്പോഴും പല പല ദൂര സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വിളിച്ചു ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവളുടെ കാലിലൊരു ബാൻഡുണ്ട്, അപ്പോൾ അറിയാം പെറ്റ് ബേർഡാണെന്ന്. പക്ഷേ അതൊന്നും എൻ്റെതല്ല. ഫോട്ടോ അയച്ചു തരുമ്പോൾ എൻ്റെ അല്ല. അങ്ങനെ പല സമയത്ത് എക്സൈറ്റ്മെൻറ്റ്, ഡിപ്രഷൻ അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു ഫ്രണ്ട് പറഞ്ഞു, ഇവരധികം ബ്രീഡറാണ് പറഞ്ഞു. ആക്ച്വലി ഇവരധികം ദൂരം പറക്കത്തില്ല. അപ്പോൾ കിട്ടാനാണെങ്കിൽ ഈ ഒരു 1-2 കിലോമീറ്റർ ഏരിയയിൽ കിട്ടും. ഏറ്റവും നല്ലത് പത്രത്തിൽ നോട്ടീസ് വെക്കുന്നതാണ്. പത്രത്തിനകത്ത് വെച്ചപ്പോൾ അതങ്ങ് പല സ്ഥലത്തല്ലേ പത്രം പോകുന്നത്. ഇതങ്ങനെയല്ല. നമ്മൾ ആ നോട്ടീസായിട്ട് പ്രിൻ്റ് ചെയ്ത് പത്രത്തിൽ വെച്ചാൽ കുറച്ചുകൂടെ സാധ്യതയുണ്ട്. ആ ഒരു പത്രക്കാരൻ ഈ ഏരിയയിലായിരിക്കുമല്ലോ കൊടുക്കുന്നത്. അങ്ങനെ ഞാനൊരു നോട്ടീസ് പ്രിൻ്റ് ചെയ്ത് വെച്ചു. അപ്പോഴും വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. ഒരു 4-5 ദിവസം ഒട്ടും ഒരു ന്യൂസും ഇല്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു. നിങ്ങളുടെ തത്തയാണെന്ന് തോന്നുന്നു, ഞങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന അതേ സമയത്ത് തന്നെ ഞങ്ങൾക്ക് കിട്ടിയത് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ പോയി നോക്കിയപ്പോൾ ഞങ്ങളുടെ ആക്ച്വലി ഈ റോഡ് വഴി പോയാൽ 3 കോമ്പൗണ്ട് അപ്പുറത്തേ ഉള്ളൂ. പക്ഷേ ഇത്തിരി ഇങ്ങനെ തിരിഞ്ഞ് ചെറിയ റോഡിൽ കൂടെ കയറി കുറച്ച് ദൂരെയാണ്. അങ്ങനെ ഒരു വീട്ടിൽ ഇവള് പറന്ന് പോയിട്ട് ഒരു പെയിൻറ്റർമാർ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആളുടെ തോളിൽ പോയിരുന്നു. അപ്പോൾ അവർ ദൂരെ നിന്ന് അങ്ങോ വന്നതാണ്. അപ്പോൾ അവർ വിചാരിച്ചു അവർ കൊണ്ടുപോകുന്നതിനെക്കാട്ടിലും അതിൻ്റെ നേരെ എതിരെ വീട്ടിലൊരു കുട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ ആ കുട്ടിക്ക് ലവ് ബേർഡ്സ് ഉണ്ടായിരുന്നു. ആ കുട്ടിക്ക് വേണമെന്ന് പറഞ്ഞ് അതിന് കൊടുത്ത്. അങ്ങനെ അല്ലെങ്കിൽ പെയിൻറ്റർമാർ കൊണ്ടുപോയിരുന്നെങ്കിൽ കിട്ടൂലായിരുന്നു. പക്ഷേ ഇവള് ടീം ആയതുകൊണ്ട് ആൾക്കാരെ ഇഷ്ടമാണ്. അതുകൊണ്ട് അവിടെ പോയിരുന്ന് അങ്ങനെ അവിടെ സന്തോഷമായി ജീവിക്കുമായിരുന്നു. ചെന്നപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. എന്നൊക്കെ പറഞ്ഞ് നല്ല ബഹളം. സംസാരിക്കത്തില്ല കൊണ്ണിയൂർസ് അധികം. അപ്പോൾ ചിലരെ വളരെ ട്രെയിൻ ചെയ്തത് മാത്രമേ സംസാരിക്കുകയുള്ളൂ. പക്ഷേ അപ്പോൾ തന്നെ റെക്കഗ്നൈസ് ചെയ്ത് പറഞ്ഞിങ്ങ് വന്നു എൻ്റെ അടുത്ത്. പിന്നെ ഞാൻ ആ കുട്ടിയുടെ അടുത്ത് സോറി പറഞ്ഞു. പക്ഷെ അവർ ഓൾറെഡി പേരൻസ് പറഞ്ഞിരുന്നു ഇതിൻ്റെ ഓണർ വന്നാൽ കൊടുക്കും എന്ന് പറഞ്ഞിരുന്നതുകൊണ്ട് അതിനറിയായിരുന്നു. അതിന് പകരം ഞാൻ കുറച്ച് ടോയ്സും ചോക്ലേറ്റ്സൊക്കെ കൊടുത്ത് അതിനെ സന്തോഷിപ്പിച്ച്. നമ്മളിപ്പോൾ അറിയാത്ത ഒരാളെടുത്താൽ നല്ല കൊത്തു തരും. എസ്പെഷ്യലി കൂട് ക്ലീൻ ചെയ്യാനൊക്കെ പുതിയ മെയ്ഡാണ് വരുന്നതെങ്കിൽ
ചിലപ്പോൾ കൊത്തും. അതുകൊണ്ട് പരിചയമുള്ള ആളെടുത്ത് മാറ്റിയിട്ട് വേണം പിന്നെ കൂട് ക്ലീൻ ചെയ്യാനൊക്കെ. പിന്നെ എടുക്കാൻ ശ്രമിച്ചാലും കൊത്തും, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ തിളക്കമുള്ള സാധനങ്ങൾ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇങ്ങനെ അതിലിങ്ങനെ കടിച്ചിരിക്കുന്നത്. അതവളുടെ ഒരു ഇഷ്ടവിനോദമാണ്. പിന്നെ ഞാൻ ആദ്യത്തെ സമയത്ത്, ആ കോവിഡ് സമയത്ത് ടോയ്ലറ്റ് ട്രെയിൻ ചെയ്തു. അത് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇത് പോകുമല്ലോ, അപ്പോൾ ഞാൻ ചുമ്മാ ക്ലോസറ്റിൽ കൊണ്ട് ഇരുത്തും. അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട് എൻ്റെ കയ്യിൽ. കറക്റ്റായിട്ട് ക്ലോസറ്റിൻ്റെ അകത്ത് ഇടുമായിരുന്നു. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാ 2 മണിക്കൂറും ഒരാൾ ക്ലോസറ്റിൽ കൊണ്ടുപോകണം. അങ്ങനെ ആയപ്പോൾ പിന്നെ ഞങ്ങൾ നിർത്തി. ടോയ്ലറ്റ് ട്രെയിനിങ് അതോടുകൂടി അവളുടെ ക്ലോസായി. വളരുന്ന കുട്ടികളിൽ പെറ്റ്സ് ഏത് പെറ്റാണെങ്കിലും, ഡോഗാണെങ്കിലും വേറെ ഏതെങ്കിലും പെറ്റാണെങ്കിലും അവരെ ഒരുപാട് വെർച്യൂസ് പഠിപ്പിക്കും. ഒന്ന്, ഒരു ലിവിങ് ബീയിങ്ങിനെ കെയർ ചെയ്യുന്നതിൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ലെസണാണത്. നമ്മളോട് റെസ്പോണ്ട് ചെയ്യാത്ത ഒരു ലിവിങ് ബീയിങ്ങിനെ കെയർ ചെയ്യുന്ന, നമ്മളോട് റെസ്പോണ്ട് എന്ന് വെച്ചാൽ ഹ്യൂമൻസിനെ പോലെ അല്ലാതെ സംസാരിക്കാൻ കഴിവില്ലാത്ത ബീയിങ്സിനെ കെയർ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് ലെസണാണ്. അവരുടെ കയ്യിൽ നിന്നുള്ള സ്നേഹവും കിട്ടും, തിരിച്ചങ്ങോട്ട് സ്നേഹിക്കാനും പഠിക്കും, ഡിസിപ്ലിൻ പഠിക്കും. ഇപ്പോൾ ഒരു ഇന്ന സമയത്ത് അതിന് ആഹാരം കൊടുക്കണം എന്നുള്ളൊരു ഡിസിപ്ലിൻ പഠിക്കും. പിന്നെ ഭയങ്കര ബോണ്ടിങ്ങും, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഒരുപാട് നമ്മളിപ്പോൾ കാണുന്നത് ഈ എടുത്ത് വളർത്തും, അത് കഴിഞ്ഞ് അവർക്ക് സാഹചര്യം മാറുമ്പം അതിനെ കളയുന്നു, കൊണ്ടുവിടുന്നു, അങ്ങനെയൊക്കെ. അതെനിക്ക് വളരെ സങ്കടകരമായ കാര്യമാണ്. ഇവിടെ ചില്ലി നഷ്ടപ്പെട്ടപ്പോൾ ഉള്ള സങ്കടം എനിക്ക് പാട്ടുകളൊക്കെ കേൾക്കുമ്പം തന്നെ, ചിലപ്പോൾ പക്ഷികളെ പറ്റിയുള്ള പാട്ടൊക്കെ കേൾക്കുമ്പം തന്നെ എൻ്റെ കണ്ണ് നിറയുമായിരുന്നു. അങ്ങനെ എന്തായാലും എനിക്ക് തിരിച്ച് കിട്ടി.